ട്രാവൻകൂർ റയോൺസ് ലിമിറ്റഡ് അങ്ങനെ ഒരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കാലത്ത് വലിയ പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളും നൽകിയ എന്നാൽ ഇപ്പോൾ നാമാവശേഷമായ ഒരു പ്രസ്ഥാനം. തെറ്റായ തീരുമാനങ്ങൾ, രാഷ്ട്രീയം ഇതൊക്കെ കാരണം താഴേക്ക് പോയ ഒരു പ്രതീക്ഷയുടെ കഥയാണിത്. വർഷങ്ങളായി കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന വ്യാവസായിക രംഗത്തെ ഈ കഥ പ്രതിഫലിപ്പിക്കുന്നു. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്ഥാപിതമായ ട്രാവൻകൂർ റയോൺസ് ഇന്ത്യയുടെ തുണിത്തരങ്ങളിലും രാസവ്യവസായങ്ങളിലും ഒരു മുൻനിര സംരംഭമായി ഉയർന്നു വന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിലും പ്രദേശത്തിന്റെ വ്യാവസായിക മനോഭാവത്തിലും മായാത്ത മുദ്ര പതിപ്പിച്ചു. 1946 ഇന്ത്യ ആധുനിക ഉൽപാദനത്തിലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു അഭിലാഷ പദ്ധതിയായിരുന്നു ട്രാവൻകൂർ റയോൺസ് ലിമിറ്റഡ്. തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം പ്രശസ്ത വ്യവസായി MCM ചിദംബരം ചെട്ടിയാരെ ഒരു റയോൺ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ ക്ഷണിച്ചു. ധനകാര്യത്തിലും വ്യവസായത്തിലും ഇതിനകം തന്നെ പ്രശസ്തനായിരുന്ന ചെട്ടിയാർക്ക് സെല്ലുലോസിൽ നിന്ന് നിർമ്മിച്ച ഒരു തരം തുണിയായ റയോൺ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി നിർമ്മിക്കാനുള്ള അവസരമായി കണ്ടു. ഫാക്ടറി സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലമായി അദ്ദേഹം വല്ലം തെരഞ്ഞെടുത്തു. വ്യാവസായിക വികസനത്തിന് അനുയോജ്യമായ ഒരു കാലാവസ്ഥയിൽ പ്ലാന്റ് നിർമ്മിക്കപ്പെടുകയും പെട്ടെന്ന് നവീകരണത്തിന്റെ പ്രതീകമായി മാറുകയും ചെയ്തു. തുടക്കത്തിൽ സെല്ലുലോസിൽ നിന്ന് ബയോഡിഗ്രേഡബിൾ നൂലും ഫിലിമും നിർമ്മിക്കുന്നതിൽ ട്രാവൻകൂർ റയോൺസ് വ്യാപകമായ പ്രശംസ നേടി. സാങ്കേതിക വിദ്യ വിപ്ലവകരമായിരുന്നു. പുതിയ പ്ലാന്റ് ഗുണനിലവാരത്തിനും ആധുനികതയ്ക്കും ഏഷ്യയിൽ ഒരു ബെഞ്ച് മാർക്ക് സ്ഥാപിച്ചു. ഫാക്ടറിയുടെ അതിന്റെ മതിലുകൾക്ക് പുറത്ത് നിരവധി മാറ്റങ്ങൾക്ക് കാരണമായി. പെരുമ്പാവൂർ പട്ടണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വികസനം കണ്ടു. ഫാക്ടറി നിരവധി തൊഴിലാളികളെ ആകർഷിക്കുകയും പുതിയ ബിസിനസ്സുകൾ തുടങ്ങുകയും മെച്ചപ്പെട്ട റോഡുകളും പൊതുഗതാഗത മാർഗങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും ചെയ്തതോടെ വളരെ ശാന്തമായ ഒരു ഗ്രാമത്തിൽ നിന്ന് പെരുമ്പാവൂർ തിരക്കേറിയ ഒരു മുനിസിപ്പാലിറ്റിയായി മാറി. പ്രവർത്തനത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ആധുനിക തുണിത്തരങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വിപണിയിൽ കമ്പനി അഭിവൃദ്ധി പ്രാപിച്ചു. ഉൽപാദനം വർദ്ധിച്ചതോടെ ഉയർന്ന നിലവാരത്തിനും സാങ്കേതിക വൈദഗ്ധ്യത്തിനും ട്രാവൻകൂർ റയോൺസ് പ്രശസ്തമായി. 1954 സിംഗപ്പൂരിൽ വെച്ച ഒരു വിമാന അപകടത്തിൽ ചെട്ടിയാർ അപ്രതീക്ഷിതമായി കൊല്ലപ്പെട്ടപ്പോൾ വിധി പല മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണം ആ പുതു കമ്പനിയെ ആകെ പിടിച്ചുലച്ചു. ഈ നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിൽ നേതൃത്വം സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ മക്കളായ MC മുത്തയ്യ, MC പെതാച്ചി എന്നിവരിലേക്ക് കടന്നു. അവർക്ക് നേതൃത്വം ലഭിച്ചു എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതീക്ഷകളും അവർ നേരിടേണ്ടി വന്നു. വ്യക്തിപരവും തൊഴിൽപരവുമായ ആഴത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും കമ്പനിയുടെ ആക്കം നിലനിർത്താനും നവീകരണത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കാനും അവർ പരിശ്രമിച്ചു. 1950കളിലും 1960കളിലും പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ ട്രാവൻകൂർ റയോൺസ് ലിമിറ്റഡ് ശ്രദ്ധേയമായ വളർച്ചയുടെ ഒരു കാലഘട്ടം അനുഭവിച്ചു. ഒരു വ്യാവസായിക പൈനിയർ എന്ന നിലയിൽ മാത്രമല്ല, പ്രാദേശിക പുരോഗതിയുടെ ചാലകശക്തിയായും കമ്പനി ആഘോഷിക്കപ്പെട്ടു. അതിന്റെ പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. അതിന്റെ ചുവരുകൾക്കുള്ളിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വൈദഗ്ധ്യം സംസ്ഥാനത്തിന്റെ വ്യാവസായിക പരിജ്ഞാനത്തിന് ഗണ്യമായ സംഭാവന നൽകി. ഫാക്ടറിയുടെ വിജയം ഒരു തരംഗ പ്രഭാവം സൃഷ്ടിച്ചു. പ്രാദേശിക വ്യവസായങ്ങൾ ഉയർന്നു വന്നു. തൊഴിൽ ശക്തിയെ പിന്തുണയ്ക്കുന്നതിനായി അനുബന്ധ ബിസിനസ്സുകൾ വികസിപ്പിച്ചു. പ്രദേശത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടന അടിസ്ഥാനപരമായി രൂപാന്തരപ്പെട്ടു. പല കാര്യങ്ങളിലും ട്രാവൻകൂർ റയോൺസ് ആധുനികതയുടെ ഒരു ദീപസ്തംഭമായിരുന്നു. ഇന്ത്യൻ വ്യവസായത്തിന്റെ സാധ്യതകളിൽ ആത്മവിശ്വാസം പ്രചോദിപ്പിച്ചു. എന്നിരുന്നാലും പതിറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ വെല്ലുവിളികൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. കമ്പനിയുടെ സമ്പത്തിൽ നാടകീയമായി പരിവർത്തനത്തിന് കളമൊരുക്കി. 1980കളോടെ നിരവധി ഘടകങ്ങൾ ഒത്തുചേർന്ന് തകർച്ചയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചു. അവയിൽ പ്രധാനം ദുർഭരണത്തിന്റെ ഒരു തരംഗമായിരുന്നു. നല്ല ഉദ്ദേശമുള്ളവരായിരുന്നെങ്കിലും പിൻഗാമികൾക്ക് അവരുടെ പിതാവിനേക്കാൾ വ്യാവസായിക ഭരണത്തിന്റെ കാഠിന്യത്തോട് അത്ര ഇണങ്ങിച്ചേരാൻ കഴിഞ്ഞില്ല. കമ്പനി വളരെ വേഗത്തിൽ വളരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് ഒരു പ്രശ്നമായി മാറി. അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള പുതിയ പ്രൊജക്ടുകൾ അവർ ആരംഭിച്ചു. അത് കമ്പനി എന്തിലായിരുന്നു മികച്ചത് അതിൽ നിന്ന് മാറി പ്രവർത്തിക്കാൻ തുടങ്ങി. മുമ്പ് വിജയത്തിലേക്ക് നയിച്ച ശക്തമായ തൊഴിൽ സംസ്കാരത്തെ അധികാര പോരാട്ടങ്ങളും സ്ഥാപനത്തിനുള്ളിലെ അഴിമതിയും ദുർബലപ്പെടുത്തി. അതേസമയം വിപണി ചലനാത്മകതയിലെ മാറ്റങ്ങൾ കമ്പനിയുടെ മത്സരശേഷിയെ ഇല്ലാതാക്കി. ടെക്സ്റ്റൈൽ മേഖലയിലെ പുതിയ കമ്പനികൾ ബദൽ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് പെട്രോളിയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വില കുറഞ്ഞ പോളിത്തീൻ പേപ്പർ ഇത് നിരവധി ആപ്ലിക്കേഷനുകളിൽ റയോണിന് പകരം വെക്കാൻ തുടങ്ങി. ഉപഭോക്താക്കളിലെ ആവശ്യത്തിന്റെ മാറ്റവും പ്രവർത്തനപരമായ ഇന്നെഫിഷ്യൻസിയും ചേർന്ന് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയിൽ സ്ഥിരമായ ഇടിവിന് കാരണമായി. മത്സരം മുറുകുകയും വരുമാനം കുറയുകയും ചെയ്തതോടെ ട്രാവൻകൂർ റയോൺ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഒരവസ്ഥയിൽ അകപ്പെട്ടു. ഈ സാമ്പത്തിക വെല്ലുവിളികളെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ഉയർന്നുവരുന്ന പാരിസ്ഥിതിക ആശങ്കകളായിരുന്നു. വല്ലം പ്ലാന്റിലെ നിർമ്മാണ പ്രക്രിയയിൽ
രാസവസ്തുക്കളുടെ, പ്രത്യേകിച്ച് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാപകമായ ഉപയോഗം ഉൾപ്പെട്ടിരുന്നു. ആസിഡ് നിർവീര്യമാക്കുന്നതിനും സുരക്ഷിതമായി സംസ്കരിക്കുന്നതിനുമായി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സൗകര്യത്തിൽ സജ്ജീകരിച്ചിരുന്നെങ്കിലും ഈ നടപടികൾ പൊരുത്തക്കേടുകൾ വരുത്തിയതായി പ്രദേശവാസികളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. പരിശോധനകളിൽ പ്ലാന്റ് നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പലപ്പോഴും കണ്ടെത്തിയിരുന്നു. എന്നാൽ മറ്റ് സമയങ്ങളിൽ സംസ്കരണ സംവിധാനങ്ങൾ ബൈപ്പാസ് ചെയ്യുകയോ മോശമായി പരിപാലിക്കുകയോ ചെയ്തു. ആസിഡ് മാലിന്യങ്ങൾ പെരിയാർ നദിയിലേക്ക് ഒഴുകി. സൾഫർ പതിവായി കത്തിക്കുന്നത് വായു മലിനീകരണത്തിന് കാരണമായി. ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കമ്പനിയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണമല്ലെങ്കിലും അതിന്റെ പ്രശസ്തിക്ക് കൂടുതൽ മങ്ങലേൽപ്പിക്കുകയും അതിന്റെ പ്രവർത്തന ഭാരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. മോശം മാനേജ്മെന്റ്, വിപണിയിലെ കടുത്ത മത്സരം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവ കാരണം 1984 കമ്പനിക്ക് ചില ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. സാമ്പത്തിക മാന്ദ്യവും വരുമാനത്തിലെ ഇടിവും സർക്കാർ ഇടപെടലുകളിലേക്കും ആദ്യത്തെ റൗണ്ട് പിരിച്ചുവിടലുകളിലേക്കും നയിച്ചു. 1986 ട്രാവങ്കൂർ റയോൺസിനെ ഔദ്യോഗികമായി ഒരു സിക് യൂണിറ്റ്, അതായത് സാമ്പത്തിക ബാധ്യതയുള്ള ഒരു യൂണിറ്റായി പ്രഖ്യാപിച്ചു. അത് അതിന്റെ സാമ്പത്തിക ദുരിതങ്ങളുടെ തീവ്രതയെ എടുത്തു കാണിച്ചു. സ്പോൺസർമാരിൽ നിന്നും കടക്കാരിൽ നിന്നുമുള്ള വായ്പകളുടെ സഹായത്തോടെ ആ വർഷം അവസാനം ഉൽപാദനം പുനരാരംഭിച്ചെങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. ഒരു കാലത്ത് അതിന്റെ ഉന്നതിയിൽ ആയിരക്കണക്കിന് പേരുണ്ടായിരുന്ന ശക്തമായ തൊഴിൽ ശക്തി ക്രമേണ ചുരുങ്ങി. തുടർച്ചയായ പിരിച്ചുവിടലുകൾ ജീവനക്കാരുടെ മനോവീര്യത്തെയും വ്യാവസായിക ശേഷിയെയും നശിപ്പിച്ചു. പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇടയ്ക്കിടെ മൂലധനം ചേർക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടും കമ്പനിക്ക് അതിന്റെ താഴേക്കുള്ള പോക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. മോശം മാനേജ്മെന്റ് തെരഞ്ഞെടുപ്പുകൾ, മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ ആവശ്യങ്ങൾ, തുടർച്ചയായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവയുടെ സംയോജിത ഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായി മാറി. 2001 ജൂലൈ 17 അതിന്റെ സമ്പത്ത് വീണ്ടെടുക്കാനുള്ള വർഷങ്ങളുടെ പോരാട്ടത്തിന് ശേഷം ട്രാവങ്കൂർ റയോൺസ് ലിമിറ്റഡ് എന്നേക്കുമായി അടച്ചുപൂട്ടി. അടച്ചുപൂട്ടൽ കേരളത്തിന്റെ വ്യാവസായിക ചരിത്രത്തിലെ ഒരു ചരിത്ര അധ്യായത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തി. ഒരു കാലത്ത് പ്രാദേശിക അഭിമാനത്തിന്റെ ഉറവിടവും പുരോഗതിയുടെ പ്രതീകവുമായിരുന്ന ഒരു അധ്യായം. അടച്ചുപൂട്ടലിന് ശേഷമുള്ള വർഷങ്ങളിൽ ട്രാവങ്കൂർ റയോൺസ് സൂക്ഷിച്ചിരുന്ന വിശാലമായ വ്യവസായ സമുച്ചയം അതിന്റെ ഭൂതകാല പ്രതാപത്തിന്റെ ഒരു വേട്ടയാടുന്ന അവശിഷ്ടമായി മാറി. ഏകദേശം 70 ഏക്കർ വിസ്തൃതിയുള്ള ഈ സ്വത്ത് ക്രമേണ പ്രകൃതിക്ക് കീഴടങ്ങി. പഴയ കാലത്തെ തിരക്കേറിയ ഫാക്ടറി നിലങ്ങളെയും ക്രമീകൃതമായ ഉൽപാദന ലൈനുകളെയും മാറ്റിസ്ഥാപിച്ചത് വള്ളിച്ചെടികളും കാട്ടുചെടികളും നിറഞ്ഞു നിന്ന ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളാണ്. ഫാക്ടറി അടച്ചുപൂട്ടൽ ഒരു വലിയ തൊഴിലുടമയെ ഇല്ലാതാക്കി എന്നത് മാത്രമല്ല അർത്ഥമാക്കുന്നത്. പെരുമ്പാവൂരിന്റെ വളർച്ചയ്ക്ക് മുൻകാലങ്ങളിൽ സഹായിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയെ അത് താറുമാറാക്കി. എന്നാൽ പെരുമ്പാവൂർ വീണ്ടും മാറിയെന്ന് എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണല്ലോ. ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറി. ഇതിനെയാണോ കാലത്തിനനുസരിച്ചുള്ള മാറ്റം എന്ന് പറയുന്നത്? ഫാക്ടറിയോടൊപ്പം പട്ടണത്തിന്റെ സമ്പത്ത് ക്ഷയിച്ചപ്പോൾ പ്രാദേശിക സമൂഹങ്ങൾ വ്യാവസായിക തകർച്ചയുടെ ആഴത്തിലുള്ള ഫലങ്ങൾ അനുഭവിച്ചു. ഒടുവിൽ വിശാലമായ ഭൂമിയുടെ ഭൂപ്രകൃതി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ തിരിച്ചറിഞ്ഞു. ഉപേക്ഷിക്കപ്പെട്ട സ്വത്ത് പുനർനിർമ്മിക്കുന്നതിനും മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായി 2000 മധ്യത്തിൽ അധികാരികൾ ഇടപെട്ടു. 2014 ആയപ്പോഴേക്കും കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കിൻഫ്ര സ്ഥലത്തിന്റെ ഭാഗിക നിയന്ത്രണം ഏറ്റെടുത്തു. ഉപേക്ഷിക്കപ്പെട്ട സമുച്ചയത്തെ സുസ്ഥിര വികസനത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള അഭിലാഷകരമായ പദ്ധതികൾ അവതരിപ്പിച്ചു. ഭൂമിയെ ഒരു IT പാർക്കായി മാറ്റുന്നത് മുതൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് വരെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം ടൂറിസം വർദ്ധിപ്പിക്കുന്നതിന് പ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യം ഉപയോഗപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മറ്റ് ആശയങ്ങളും ഉണ്ടായിരുന്നു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വ്യാവസായിക പ്രവർത്തനങ്ങൾ അവശേഷിപ്പിച്ച പാരിസ്ഥിതിക നാശനഷ്ടങ്ങൾ ലഘൂകരിക്കാൻ കഴിയുന്ന പാരിസ്ഥിതിക ഉത്തരവാദിത്തമുള്ള പുനർവികസനത്തിന്റെ ഒരു മാതൃക സൃഷ്ടിക്കുക എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ദർശനം. ട്രാവങ്കൂർ റയോൺസിന്റെ പുനരുജ്ജീവന ശ്രമങ്ങൾ ആരംഭിക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രദേശവാസികൾക്ക് അതിന്റെ പൈതൃകത്തെക്കുറിച്ച് സമ്മിശ്ര വികാരങ്ങളായിരുന്നു. ചിലർക്ക് ആധുനികതയിലേക്കുള്ള കേരളത്തിന്റെ യാത്രയിൽ പ്രതീക്ഷയുടെയും പുരോഗതിയുടെയും ഒരു തിളക്കമാർന്ന സമയത്തെയാണ് ഫാക്ടറി പ്രതീകപ്പെടുത്തിയത്. എന്നാൽ തകർന്ന പരിസ്ഥിതിയും ചിതറിക്കിടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളും ദ്രുതഗതിയിലുള്ള വ്യാവസായിക വളർച്ചയുടെ അപകടങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. കമ്മ്യൂണിറ്റി ചർച്ചകളിൽ പുനരുജ്ജീവന പദ്ധതിയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ ആളുകൾ പങ്കുവച്ചു. ചിലർ സാമ്പത്തിക പുനർവികസനത്തിനും പാരിസ്ഥിതിക പുനഃസ്ഥാപനത്തിനുമിടയിൽ ശ്രദ്ധാപൂർവമായ സന്തുലിതാവസ്ഥ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കമ്പനിയുടെ സങ്കീർണമായ ചരിത്രം നിയമപരമായ പ്രശ്നങ്ങൾ കാരണം കൂടുതൽ സങ്കീർണമായി. അടച്ചുപൂട്ടുന്നതിന് മുമ്പ് ട്രാവങ്കൂർ റയോൺസ് നിരവധി വാദങ്ങളിലും ലിക്വിഡേഷൻ പ്രക്രിയകളിലും അകപ്പെട്ടു. കടക്കാർ, നിയന്ത്രണ ഏജൻസികൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവരെല്ലാം അവരുടെ പണം തിരികെ നേടാനും തിരിച്ചടയ്ക്കാത്ത കടങ്ങൾ പരിഹരിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു.
മോശം സാമ്പത്തിക തീരുമാനങ്ങളും വിപണിയിലെ മാറ്റങ്ങളും മൂലം ബുദ്ധിമുട്ടുന്ന ഒരു ബിസിനസ് നടത്തുന്നത് എത്രത്തോളം കഷ്ടപ്പാടാണെന്ന് കാണിക്കുന്ന നിരവധി കോടതി കേസുകളും നിയമപരമായ തീരുമാനങ്ങളും ഉണ്ടായിരുന്നു. ഈ നിയമപരമായ പ്രശ്നങ്ങൾ പ്രധാനമായും പേപ്പർ വർക്ക്സ് ആണെങ്കിലും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു ബിസിനസ് നിലനിർത്തുന്നതിലെ വലിയ വെല്ലുവിളികളെ എടുത്തു കാണിച്ചു. ഇന്ന് ട്രാവൻകൂർ റയോൺസ് ലിമിറ്റഡിന്റെ കഥ വിജയത്തിന്റെയും മുന്നറിയിപ്പിന്റെയും മിശ്രിതമായാണ് കാണപ്പെടുന്നത്. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഒരു രാജ്യത്തിന് എന്ത് നേടാൻ കഴിയുമെന്നതിന്റെ തിളക്കമാർന്ന ഉദാഹരണമായിട്ടാണ് ഇത് ആരംഭിച്ചത്. വളരാനും ആധുനികവൽക്കരിക്കാനുമുള്ള ആഗ്രഹം ഇത് എടുത്തു കാണിക്കുന്നു. എന്നിരുന്നാലും മികച്ച കമ്പനികൾ പോലും നന്നായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അതിന്റെ പതനം എടുത്തു കാണിക്കുന്നു. ഫാക്ടറിയുടെ അവശിഷ്ടങ്ങൾ ഈ സങ്കീർണമായ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. ചില ആശയങ്ങളുടെ ആവേശവും പരിസ്ഥിതി പ്രശ്നങ്ങളെയും മോശം സാമ്പത്തിക തീരുമാനങ്ങളെയും അവഗണിക്കുന്നതിന്റെ ഗുരുതരമായ അപകട സാധ്യതകളെയും പ്രതിനിധീകരിക്കുന്നു. പ്രദേശത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ വൻകിട വ്യവസായ എസ്റ്റേറ്റിന്റെ ഭാവി ഇപ്പോഴും വ്യക്തമല്ല. പുനർവികസനത്തിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ ആശയങ്ങൾ ധീരമാണ്. പക്ഷേ പരിസ്ഥിതി വൃത്തിയാക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കൽ, സുസ്ഥിരമായ ഒരു സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കൽ തുടങ്ങി നിരവധി വെല്ലുവിളികൾ അവർ നേരിടുന്നു. പെരുമ്പാവൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും നിവാസികൾക്ക് ട്രാവൻകൂർ റയോൺസിന്റെ കഥ ഒരു വ്യാവസായിക ചരിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല. വികസനം, സുസ്ഥിരത, പുരോഗതിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമിടയിൽ ശരിയായ സന്തുലിതാവസ്ഥ കണ്ടെത്തൽ എന്നിവയെക്കുറിച്ചുള്ള ഇന്നത്തെ ചർച്ചകളെ രൂപപ്പെടുത്തുന്ന ഒരു തുടർച്ചയായ കഥയാണിത്. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള ഇന്ത്യയുടെ സത്തയെയാണ് ട്രാവൻകൂർ റയോൺസ് ലിമിറ്റഡിന്റെ കഥ പ്രതിഫലിപ്പിക്കുന്നത്. ഈ സമയം ധീരമായ പദ്ധതികൾ, വേഗത്തിലുള്ള വ്യാവസായിക വളർച്ച, പ്രധാന സാമ്പത്തിക മാറ്റങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരുന്നു. കമ്പനിയുടെ ഉയർച്ച താഴ്ചകൾ, നല്ല മാനേജ്മെന്റ്, പരിസ്ഥിതി സംരക്ഷണം, വിപണിക്കൊപ്പം മാറിക്കൊണ്ടിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിന്റെ ഭൗതിക കെട്ടിടങ്ങൾ അപ്രത്യക്ഷമായേക്കാം. എന്നിരുന്നാലും ട്രാവൻകൂർ റയോൺസിന്റെ ആഘാതം ഇപ്പോഴും മനുഷ്യന്റെ സർഗാത്മകതയുടെയും പുരോഗതിക്കായി പരിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെയും ശക്തമായ ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.